പെരുമ്പാവൂരിൽ 18 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തതിൽ നിർണായക വിവരങ്ങൾ പോലീസിന്. 30 കിലോയോളം ഹൈബ്രിഡ് കഞ്ചാവ് വിമാനത്താവളം വഴി വന്നതായി പോലീസിന് വിവരം കിട്ടി. പ്രധാന പ്രതി അബു താഹിറിനെ നിയന്ത്രിച്ചിരുന്ന സംഘത്തെക്കുറിച്ചുള്ള നിർണായക വിവരവും പോലീസിന് കിട്ടിയതോടെ കൂടുതൽ അറസ്റ്റിനും സാധ്യതയുണ്ട്. പെരുമ്പാവൂരിൽ 18 കോടിയോളം രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ കൂടുതൽ നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പോലീസിന് മുന്നിലേക്ക് വരുന്നത്. പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തതിൽ നിന്നാണിത്. ഇതുവരെ പിടിയിലായവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി എന്ന് പറയുന്നത് അബു താഹിറാണ്, പാലക്കാട് സ്വദേശി. അതോടൊപ്പം തന്നെ ഹരികൃഷ്ണൻ, കൂടാതെ അനീഷ്, ഇവരും പാലക്കാട് സ്വദേശികളാണ്. ഒപ്പം വൈപ്പിൻ സ്വദേശി ആയുഷ്. ഈ 4 പേരെയാണ് പെരുമ്പാവൂർ പോലീസ് സംഘം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നത്. അതോടൊപ്പം ഏറ്റവും ഒടുവിൽ വിമാനത്താവളം വഴി വന്നിട്ടുള്ള 3 കൺസൈൻമെന്റുകൾ, ആ 3 കൺസൈൻമെന്റുകളിലായി ഏകദേശം 30 കിലോയോളം ഹൈബ്രിഡ് കഞ്ചാവ് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് പോലീസ് സംഘം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതായത് ഒരു ട്രോളിയിൽ 10 കിലോ വീതം. നിലവിൽ പിടികൂടിയത് 18 കിലോഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ്. അത് ആയുഷിൽ നിന്നും ഭാര്യ അനികയിൽ നിന്നുമാണ് പിടികൂടിയത്. ബാക്കി വരുന്ന 12 കിലോയോളം വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് മുഖ്യപ്രതിയായിട്ടുള്ള അബു താഹിർ മറ്റ് പലർക്കും വിറ്റിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ പോലീസ് സംഘത്തിന്റെ നിഗമനം. അവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം ഉണ്ടാകും. അതോടൊപ്പം തന്നെ അബു താഹിർ അടക്കം പറയുന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മാത്രമാണ് തങ്ങൾ ഈ വിദേശത്ത് നിന്നും കേരളത്തിലേക്കുള്ള ലഹരിക്കടത്ത് തുടങ്ങിയത് എന്നതാണ് അവർ പറയുന്നത്. പക്ഷേ പോലീസ് അത് വിശ്വസിക്കുന്നില്ല. അവർ അതിനു മുൻപേ ലഹരിക്കടത്ത് തുടങ്ങിയിട്ടുണ്ട് എന്ന കാര്യമാണ് ബോധ്യമാകുന്നത്. അതോടൊപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് ഓരോരുത്തരെയും പിടികൂടുന്ന ഘട്ടത്തിലാണ് അവർക്ക് മുകളിലുള്ള ആളുകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുകയും അറസ്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്നത്. നേരത്തെ ഹരികൃഷ്ണനെ പിടികൂടിയ സമയത്താണ് അബു താഹിറിലേക്ക് പോകാൻ കഴിയുന്നത്. അങ്ങനെ അബു താഹിറിനെ പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ അബു താഹിറിനെ നിയന്ത്രിച്ചിരുന്ന ഒരു സംഘവും കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് പോലീസിന് വ്യക്തമായിരുന്നു. അവരെ സംബന്ധിക്കുന്ന സുപ്രധാന വിവരങ്ങൾ ചോദ്യം ചെയ്യലിൽ ലഭിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്ന കാര്യം. അതിൽ ചിലർ ബാങ്കോക്കിലുണ്ട്, അതോടൊപ്പം തന്നെ നാട്ടിലുമുണ്ട് എന്നതാണ് പോലീസിന് ബോധ്യമാകുന്നത്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളിലും അന്വേഷണത്തിലുമാണ് അന്വേഷണ സംഘം. ഇതോടൊപ്പം ഇവരുടെ മോഡസ് ഓഫ് ഓപ്പറാൻഡി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായിരുന്നു. അതായത് പലരെയും കണ്ടെത്തും, കാരിയർമാരായി തിരഞ്ഞെടുക്കും, അവരെ കേരളത്തിൽ നിന്ന് ബാങ്കോക്കിലേക്ക് അയക്കും. അവിടെ ഇവർക്ക് ഈ ലഹരിക്കടത്ത്, അന്താരാഷ്ട്ര ലഹരിക്കടത്ത് റാക്കറ്റിന് ഏജന്റുമാരുണ്ട്. അവിടെ നിന്ന് ഈ ലഹരി കഞ്ചാവ് ഇവർക്ക് കൊടുത്തുവിടും. അങ്ങനെ കാരിയർമാർ ഇവിടെ എത്തിക്കും, അവർക്ക് റെമ്യൂണറേഷൻ കൊടുക്കും, ഈ കഞ്ചാവ് ഇവരുടെ കയ്യിലേക്ക് എത്തും. ഇതാണ് നടന്നുകൊണ്ടിരുന്നത്. അത് സംബന്ധിച്ചുള്ള ടിക്കറ്റ് ബുക്കിംഗ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി പോലീസിന് മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. കൂടാതെ എങ്ങനെ ഈ വിമാനത്താവളത്തിന് പുറത്ത് ഈ വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് എത്തിക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണവും സുപ്രധാനമായി മുന്നോട്ട് നീങ്ങുകയാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി കഞ്ചാവ് കടത്തുണ്ടായിട്ടുണ്ട് എന്ന് പോലീസ് സംഘം പറയുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഉദ്യോഗസ്ഥ സഹായം ഉണ്ടായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണവും നടക്കുകയാണ്. പ്രതികളോട് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള മറുപടി നൽകിയിട്ടില്ല. എന്തായാലും വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ എറണാകുളം റൂറൽ പോലീസും പെരുമ്പാവൂർ പോലീസും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ സുജോയ് എഡ്വേർഡിനൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്.